ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ തറവാടാണ്. എൻ്റെ സ്വന്തം തറവാട്ടിലേക്ക് വന്നതാണ്. പിന്നെ ഈ കാമദേവനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാല് കാമദേവന്റെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട് ഉത്തര കേരളത്തിൽ ചില കണ്ണൂര്, കാസർഗോഡ് ചില സ്ഥലങ്ങളിൽ മാത്രം ആരാധിച്ച് കൊണ്ടുവരുന്ന ആഘോഷമാണ് ഇത് കേട്ടാ. എല്ലായിടയ്ക്കൊന്നുമില്ല, ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാമദേവനായിട്ട് ഇതൊക്കെ. പക്ഷെ എങ്കിൽ എന്റെ വീട്ടിലൊന്നും ഇല്ല കേട്ടാ. ഞാൻ ഈ കാമനെയൊന്നും ഇങ്ങനെ ആക്കേയില്ല. ഇത് തറവാട്ടില് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ, ഇങ്ങനെയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട്. കാമനെ ആക്കുക, കാമനെ നല്ല ചമയിച്ചെടുക്കുക അങ്ങനെ. പക്ഷെ ഞാനൊന്നും അധികം അങ്ങനെ ഇടയില്ല. കാരണം വെച്ചാൽ നമുക്ക് ചാണകം പിന്നെ പൂവ് അതെല്ലാം പറിക്കാനെല്ലാം അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത അതുകൊണ്ട് പിന്നെ ചാണകം കുറച്ച് പോകാട് പിന്നെ ഇതിനധികം ഇതാക്കേയില്ല. പക്ഷെ അമ്മക്ക് ഇങ്ങനത്തെ കാര്യത്തിലും ഭയങ്കര താല്പര്യമാണ് കേട്ടാ. പിന്നെ ഇതാ മക്കളെല്ലാം നോക്കുന്നുണ്ട്. നമ്മളെല്ലാരും ഇവിടെ വന്നിട്ടുണ്ട്. അനിയത്തിന്റെയും ഏന്റിന്റെയും എല്ലാം മക്കളാണ് ഇവരെല്ലാം. പിന്നെ എല്ലാരും ഇന്ന് ഇവിടെ വന്നതാണ് പൂരായിട്ട്. നമ്മൾ അങ്ങനെയാണ് കേട്ടാ, ആഘോഷങ്ങൾക്കെല്ലാം നമ്മള് ആഘോഷമായെന്ന് വരൂല, അതിന്റെ തലേന്ന് വന്നിട്ട് നമ്മള് ഫാമിലി എല്ലാരുമായിട്ടൊന്നും ആഘോഷിക്കാറുണ്ട് ഇവിടെ. പിന്നെ ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ഇല്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മളെ കാമദേവൻ. നമ്മള് പണ്ടെല്ലാം പറയും കേട്ടാ, ഇത് അച്ഛൻ, ഇത് അമ്മ, അല്ലെങ്കിൽ ഒരു മോള്, അല്ലെങ്കിൽ മകൻ എന്നാ പറയാട്ടാ. ഒരാള് ഇങ്ങനെ 3, 5, 7 അങ്ങനെയാണ് കാമനെല്ലാം ഉണ്ടാക്കി വെക്കുക കേട്ടാ. ആദ്യം എന്ന് വെച്ചാൽ നമ്മള് കിണറിന്റെ അടുത്താണ് പൂവിടുക. 3 ദിവസം കിണറിന്റെ അടുത്ത് പൂവിടും. എന്നിട്ടാണ് നമ്മൾ ഓരോ ചാണക്കാമനെ ഉണ്ടാക്കും. ഒരു ചാണക്കാമ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് വന്ന് പയ്യെ ലാസ്റ്റ് ആണ് നമ്മൾ ഇറയത്ത് എത്തുക കേട്ടാ. പിന്നെ ഇറയത്ത് ഇടിയിട്ട് പിന്നെ ദിവസം വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മളെ കുട്ടിക്കാലല്ലേ കൂക്കുക ചെയ്യാട്ടാ. കൂക്ക നമ്മൾ പറയും ഇങ്ങനെയല്ലേ കൂക്കാനൊരു അവസരം തണ്ട് നമ്മളെല്ലാരും ഒത്തുകൂടി ഒച്ചത്ത് കൂക്കുക. എന്നിട്ട് ഈ സന്ധ്യാസമയം കൂക്കുമ്പോ ആരൊന്നും പറയില്ലല്ലോ, പൂരോത്സവം നടത്തി. എന്നിട്ട് അതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടാ. നമ്മള് ചെറുപ്പകാലങ്ങളില് അനക്ക് അമ്മമ്മയെല്ലാം ഉണ്ടേനു. അമ്മമ്മക്കെല്ലാം ഇങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ അമ്മമ്മയില്ല. പിന്നെ അമ്മമ്മ എന്ന് വെച്ചാല് ഇത് പൂരലായ അമ്മമ്മക്ക് ഒരു ഉത്സവം പോലെയായിരുന്നു ഇത് കൊണ്ടാടാനും. അമ്മമ്മക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന്. നമ്മുടെ അടുത്തൊന്നും പശുക്കളില്ലെങ്കിൽ ദൂരെ പോയിട്ട് അമ്മമ്മ ചാണകം കൊണ്ടു തരുവോ എല്ലാം ചെയ്യായിരുന്നു. ഇപ്പം പിന്നെ നമ്മള് ഇടയില് അമ്മ ഇപ്പൊ അതേപോലെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടാ. ഇതെങ്ങനെ 7 ദിവസമാണ് നമ്മൾ നടക്കലേട്ടാ. ഇത് 3 ദിവസം കിണറിന്റെ അടുത്ത് ഇടും, കിണറിന്റെ സൈഡില്. 3 ദിവസം നമ്മൾ മൺകാമനയാക്കി ഇങ്ങനെ നിരത്തി വെക്കും. ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കേറി വരുന്ന പോലെ ഇങ്ങനെ എടുത്തു വെക്കും. പിന്നെ അവസാന ദിവസം നമ്മൾ മണ്ണിനെ കൊണ്ടുണ്ടായ കാമന ഉണ്ടാക്കുക കേട്ടാ. ഇങ്ങനെ ചെയ്യലേ. പൂരായെന്ന് കാമന് നമ്മള് പൂരക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു കഞ്ഞി വെക്കുക. തരക്കളരി കഞ്ഞിനെ കൊണ്ട് കഞ്ഞി വെക്കും. പിന്നെ അത് നമ്മളൊരു 11 മണിയാകുമ്പോ രാവിലെ കൂട്ടിയിട്ട് കൊടുക്കും. എത്രയാണോ കാമില്ല ആ ഇതിനനുസരിച്ച് നമ്മള് പൂരക്കഞ്ഞി എന്നിട്ട് കൊടുക്കുക കേട്ടാ. തരക്കരിയിൽ വെച്ചത് 3 എല്ലാരിക്കും 3 ഇത് വെച്ചിട്ട് എല്ലാരിക്കും അങ്ങനെ കൊണ്ടുവെക്കും. അങ്ങനെയാണ് ചെയ്യല്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പൂരക്കഞ്ഞി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളവും കൊടുക്കും കേട്ടാ. വെള്ളം കൊടുക്കണം എന്നിട്ട് എല്ലാവർക്കും ഇത് വെള്ളവും കൊടുക്കും. എന്നിട്ട് ഇതിന്റെ ഭാഗമായി വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു, അട എന്ന് പറഞ്ഞ ഉണ്ടാക്കും കേട്ടാ. അട, പൂരട. പിന്നെ കാമനെന്ന് വെച്ചാല് അടിയും വെല്ലം, തേങ്ങ, ഇതാണ് ഇവർക്ക് കാമന് ഇഷ്ടം കേട്ടാ. അങ്ങനെ നമ്മൾ ഇനി അടി ഉണ്ടാക്കുന്നത് കാണിച്ചരബാ. പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. പൂരത്തിന്റെ ഏറ്റവും ആകർഷണ അടയാണ് കേട്ടാ. അട നമ്മൾ ആക്കുന്നുണ്ട്, അത് കാണിച്ചരാ ബാ. വേണ്ടിട്ട് നമ്മൾ തേങ്ങ ചിരവി വെച്ചതാണ് കേട്ടാ. വെള്ളം കുറുക്കുന്നുണ്ട്. ഇനി നമ്മളെ അടുപ്പത്ത് വെക്കുമ്പോ കാണിച്ചത് ഇത് വെളിയിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ. തേങ്ങ കണ്ട, ഇത് ആന്റിന്റെ മോനാണ്. ഇതാ ഓന് മുട്ടായി പ്രാന്തനാണ് കണ്ട. മുട്ടായി ഇമ്പുന്നുണ്ട ഇവൻ. ഇത് ഓണങ്ങളരിനെ കൊണ്ടുണ്ടാക്കുന്ന ചോറാണ്. നമ്മള് പറയും കാമക്കഞ്ഞീന്ന്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും. ഇതും ഇതാ പയറ് കറി, ഇങ്ങനെ കായെല്ലാം ഇട്ട് വെച്ചിട്ട് കറിയ ഉണ്ടാവുക. ഇത് ഈ കറി കൊടുക്കൂല കേട്ടാ കാമന്. ഈ കഞ്ഞി മാത്രമേ കൊടുക്കുള്ളൂ.
പിന്നെ ഇത് നമ്മളൊരു 11 മണിയാകുമ്പോ ഇത് കൊടുക്കും കേട്ടോ. ഇത് എല്ലാരും കാമനാക്കി എല്ലാരും കഞ്ഞി വെക്കും. 11 മണിക്ക് കഞ്ഞിയും വെള്ളം നിർബന്ധാന്ന് കാമന്. ഇത് ഉണ്ടാക്കുമ്പോ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപ്പ് ഇടൂല കേട്ടാ. കാമന് ഉപ്പ് പറ്റൂല. ഞാൻ പറഞ്ഞോളൂ. ഇത് പിന്നെ അടക്ക് വേണ്ടിട്ട് കുഴക്കുന്നതാണ് അമ്മ കുഴക്കുന്നത്. പക്ഷെ അമ്മക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തോണ്ടാണ് കേട്ടാ അമ്മനെ കാണിക്കാത്തത്. പിന്നെ അമ്മക്ക് എന്തോന്നറിയില്ല, എന്തോ ഒരു നാണം പോലെ, അതുകൊണ്ട് അമ്മനെ കാണിക്കാത്തത്. അമ്മ കുഴക്കുന്നതാണ്. കുട്ടികളെല്ലാം അടിച്ചു പൊളിക്കുന്നുണ്ട്. ആഘോഷങ്ങളെല്ലാം കുട്ടിയൊക്കെ അല്ലേ, നോക്കിയാട്ടെ കുട്ടിയൊക്കെ ഇല്ല ഇങ്ങനത്തെ തന്നെ ഒരു പൂരം കുട്ടിക്ക് ഭയങ്കര ആഘോഷം. തേങ്ങയും വെല്ലവും ഏലക്കായും കൂടിയിട്ട് വെളിയിക്കുന്നതാണ് കേട്ടോ. ഏലക്കായ് പൊടി കുറച്ചിടും. നമ്മൾ അടയാക്കാൻ തുടങ്ങലാന്നേ. പിന്നെ അത് അരിയെടുത്ത് ഇങ്ങനെ ആക്കുവാട്ടാ. ഇങ്ങനെ ആക്കണം. ഓരോ സ്ഥലത്ത് ഇത് വട്ടയില എന്ന് പറയാട്ടാ. നമ്മൾ ഇവിടെ ഉപ്പിലെ ചപ്പ് എന്നാ പറയാട്ടാ. പിന്നെ എന്റെ ഭർത്താവിന്റെ അങ്ങ് എല്ലാം അടയാക്കുമ്പോലെ ചമത ഇല എന്ന് പറഞ്ഞിട്ട് ഒരു മരമുണ്ടേ. അതിലാണ് നമ്മൾ ആക്കല്. എന്റെ നാട്ടിലാണ് ഈ ഉപ്പിലെ ചപ്പില് ആക്കല്. അത് ഇവിടെ ഇല്ലാട്ടാ. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലേനും. കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷമാണ് ഇതിനെ പറ്റിട്ടെല്ലാം അറിഞ്ഞത്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടാ നിങ്ങളാ. നമ്മൾ ഇങ്ങനെ ആക്കല് ഞാൻ കാണിച്ചു തരാം. ഇതറിയില്ല, ഇത് തേങ്ങയും വെല്ലവും പരിപ്പും അല്ലേ. എന്താ അമ്മ ഇത്? കടലപ്പരിപ്പ് കൂടിയിട്ടാണ് ആക്കിന്. ഏലക്കായി ഇടണം കുറച്ച്. എന്നിട്ട് ഇങ്ങനെ കൂട്ടുക. പണ്ടെല്ലാം നമ്മള് 100 അടാന്നെല്ലാം പറഞ്ഞ് മത്സരിച്ചാക്കുവട്ടാ. ഇപ്പം പിന്നെ ആരും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പം പക്ഷെ കുറച്ചാക്കേയില്ല. ഇങ്ങനെ ആക്കുക, ഇങ്ങനെ കെട്ടുക. ഇതാ വാഴ ഇതാണേ, വാഴ നയര്. അതിനെക്കൊണ്ട് നമ്മളിങ്ങനെ കിട്ടുക അയ്യാട്ടാ. ഇത് ഈ പൂര നാളിൽ ഇങ്ങനെ ആക്കുള്ളൂ കേട്ടാ. എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ആക്കൂല. പൂരത്തിന്റെ സമയത്ത് മാത്രം ഇങ്ങനത്തെ അടിയാക്കുള്ളൂ. ഇങ്ങനെ കാമനെ കൊണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മയും മക്കളും. ഇത് കാമനെ കൊടുത്തതാണ്. തേങ്ങയും വെല്ലവും അട ആകാത്തതുകൊണ്ട് നമ്മൾ അട വെച്ചിട്ടില്ല. അട അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വെന്തില്ല. ഇതാ മക്കളെല്ലാം കൂടിയിട്ട് വെള്ളം കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇനി കാമന് വെള്ളവും കൊടുത്തതിന് ശേഷം അത് ആദ്യം കിണറിന്റെ അടുത്ത് പോയി തൊട്ട് കലയിൽ വെച്ച് അരിയിട്ട് തൊട്ടുകലയിൽ വെച്ചിട്ട് അത് വാരി അങ്ങനെ ചാണകം കാമനെല്ലാം എടുത്ത് എല്ലാം വാരി ഇവിടെ കൊണ്ടുവച്ച് ഇടുന്ന് മൺകാമനി എടുത്ത് വാരി കൊണ്ടുവക്കുക ചെയ്യാം. ഇത് വെള്ളം കൊടുക്ക്. കൂക്കറാ ഇങ്ങനെയാണേട്ടാ നമ്മള് കൂക്കുകയും ചെയ്യട്ടാ. നമ്മള് പറയാ ചെറുപ്പത്തെല്ലാം ഈ സമയത്തിനെ നമുക്ക് കൂക്കാൻ പറ്റുള്ളൂ. മറ്റെല്ലാ സമയത്ത് കൂക്കുമ്പോ നമുക്ക് ആൾക്കാർ അടിയിട്ടുമല്ലോ. ഈ പൂരായ സമയത്ത് കൂക്കുമ്പോ ആരൊന്നും പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം കൊടുക്കാൻ പോവാനല്ലോ കൂക്കാൻ വേണ്ടിട്ട്. അമ്മ അവനെ പൂവ് വരാൻ പോകുന്നുണ്ടേ കിണറിന്റെ അടുത്ത്. പൂവും കാമനയും വാരിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മക്കളെല്ലാം കൂടി അരിയിടലാണ് കേട്ടാ. കാമന കൂട്ടി പോവാൻ വേണ്ടിട്ട്
അനിയത്തിന്റെ മോനാണ്, ചെറിയ മോനാണ്. പക്ഷെ ഓൻ പറഞ്ഞെടുക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ഓൻ ഓടിക്കളഞ്ഞേക്കുന്നു. അതാന്നിട്ടാ ഓന് പിടിച്ചെടുക്കാൻ ഓൻ കിട്ടൂല. ഓൻ ഓടിക്കൊണ്ടേയിരിക്കും. ഓന്റെ ഇഷ്ടത്തിന് ഓൻ വരണ്ട വരും. മോനെ വാ, അരിയുടെ കാമാദേവ കാമാദേവ നേരത്തെയും കാലത്തെയും വരണേന്ന് പറ. തൊട്ടലിലേക്ക് പൂവ് തൊട്ടലിലേക്ക് മക്കളെ. ആ ഇതാണ് അനിയത്തിന്റെ മോൻ. ദാ ഇവ പറഞ്ഞെടുക്കൊന്നും നിക്കൂല. എടുക്കല്ലേ ഓരോന്നെടുക്ക്, ഓരോന്നെടുക്ക്, എടുക്കെടുക്ക്. ശ്രീതൊടുക്ക്, നീ വെള്ളം തളിക്കെടുക്ക്. നീ തലയിൽ വെച്ചോ. ആദ്യം എടുക്കുമോനെ, ആദ്യം എടുക്ക്, ആദ്യം വിളക്കെടുക്ക്. കിണ്ടി തെളിക്ക്, വെള്ളം തെളിക്ക്. അമ്മ കാമന ഇവിടുന്ന് എടുത്ത് അതിന് തട്ടൂല കേട്ടോ. അമ്മ കാമനായിട്ട് എടുത്ത് പാലുള്ള മരത്തിന്റെ കീഴിലാന്ന് കൊണ്ടുപോവാ കാമനായിട്ടാ. പിന്നെ പ്ലാവ്, പാല അങ്ങനത്തെ മരത്തിന്റെ കീഴിലാന്ന് കൊണ്ട. പാല് വേണം. ആ മരത്തിന്റെ കീഴിലാണ് കാമദേവനെ കൊണ്ടാക്കുക. അമ്മ പൊട്ടിക്കുന്നായിട്ട് അമ്മ എന്ത് ചെയ്യും, അത് മാത്രം കാമന മാത്രം എടുക്കും. അങ്ങനെ ഓരോ ആളും ഓരോ സാധനം എടുക്കുന്നുണ്ട്. മാമന്റെ മോളുണ്ട്, ഓക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതാണ് ഓള് മാറി നിൽക്കുന്ന കേട്ടാ. കളിക്കാം അല്ലെ ശ്രീതോട്ടക്ക് ശ്രീ കാവനെ കൊണ്ടു പോവോന്നട്ടാ. അരി അരി കളയല മോനെ. കാമദേവ നേരത്തെയും കാലത്തും വരണേ. ഇന്നേ കൂക്കാൻ കിട്ടൂലോ, പിന്നെ എനിക്ക് കൂക്കാൻ കഴിയില്ല. എല്ലാരും കൂക്കേ. അതാ കാവല് വെക്കുമ്പോ തല വീണ് പോയല്ല. എല്ലാരും അരിയിട്ട് തോളു, അരിയിട്ട് തോളു. കിണ്ടിയാടെ വെക്ക്, നിലത്ത് വെക്ക്. അരിയിട്ട് തോളു. ഇതാ അരിയിട്ട് തോളു. ഇത് അരിയിതാ അരി പാരി. ആ ചുളു ചുളു കൊണ്ടുവരാ പത്ത്. ഞാൻ വന്ന് കറിയൊക്കെ ഇടുവാ. നിങ്ങൾ 6 മണി മുതൽ എത്ര മണിയാ തൊഴിലുറപ്പ്? ഓ അപ്പൊ അങ്ങനെ എടുക്കുള്ളൂ. 6 മണിക്കോ പോയിട്ടാ? എന്നാ അങ്ങനെ 6 മണിക്ക് പോവും. ഇവിടുന്ന് പോകുന്നതായിരിക്കും 6 മണിക്ക്. ഓ പിന്നെന്നാണ് പണിയില്ല ഇവർക്ക്. 11 മണിക്ക് ഇങ്ങോട്ടും വരുമ്പോഴും 3 മണിക്ക് എത്ര മണിക്കാ വന്നിട്ട് പോവാ? 3 മണിക്കാ? എന്റെ 5 മണി വരെയാ? ഓ അതെയാ. ഓ 6 മണി വരെ ഇല്ലല്ലേ.
പിന്നെ ചെറിയ പിള്ളേർ സെൻട്രൽ ലൈനും കൂടി വെച്ച് അങ്ങനെ അടിയെടുത്ത് ഞാൻ വീട്ടിൽ വന്നിട്ടാ. വീട്ടിൽ വന്നു. പിന്നെ ആരാന്ന് കുടുങ്ങാൻ നിന്നിട്ടില്ല. അവിടുന്ന് കുടുങ്ങാൻ നിന്നാല് ഒരുപാട് സമയമാവില്ലേ, അതുകൊണ്ട് ഞാൻ അത് ആക്കി എറിഞ്ഞെടുത്ത് വരുവോ. ഇതിന് കുറച്ചറിയാൻ ഇങ്ങോട്ട് എടുത്താൽ മാത്രമേ ആളുള്ളൂ. പിന്നെ പണ്ട് ഞാൻ ഭർത്താവിന് വീട്ടിൽ നിൽക്കുമ്പോ അച്ഛനും ഞാനും പിന്നെ അതിന്റെ കാര്യങ്ങളും കൂടിയിട്ട് ഈ നമ്മളെ ഉച്ച തൊട്ടേ പറിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ആക്കല്. പിന്നെ അച്ഛൻ പോയതിനു ശേഷം നമ്മൾ പിന്നെ അങ്ങനെ പോയി ഇല പറിക്കലോ ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന പിന്നെ ഉപ്പിലെ ചപ്പെല്ലാം എടുത്തിട്ട് ഉണ്ടാക്കുക ചെയ്യാട്ടാ. അച്ഛൻ പോയതിനവിടെ അതെല്ലാം വിട്ട് നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാനും വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാമോ എന്ന് വെച്ചിട്ടാണ് പോയതേട്ടാ. എന്നാൽ ഇനി ഇത്തത്തേക്കുള്ളൂ. ടാറ്റാ.